നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഭാവി എന്താകും? അദ്ദേഹം യൂറോപ്പിലേക്ക് എത്തുമോ? തുർക്കി ക്ലബിൽ നിന്ന് ഓഫറുണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആരാധകർ കൺഫ്യൂഷനിലാണ്. നെയ്മർ എങ്ങോട്ട്? ഭാവി എന്താണ്? ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു, നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഡീൽ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ആകെ ഒപ്പിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായിരിക്കുന്നു എന്ന്. യെസ്, സാൻഡോസിൽ അദ്ദേഹം തുടരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം. അതിൽ ലൂക്കാസ് മൊസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സാൻഡോസ് നെയ്മർ ജൂനിയറെ സൈൻ ചെയ്യുന്നതിൻ്റെ, പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ വെരി 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 ക്ലോസ് ആണ്. പ്രസിഡന്റ് മാർസലോ ടെക്സിയറയും നെയ്മറുടെ പിതാവും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കോൺട്രാക്റ്റ് ടെംപ്ലേറ്റ് ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് ടീമും എഗ്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന വ്യാഴാഴ്ചയോടുകൂടി അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സാൻഡോസ് ഉള്ളത്. ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് അവരുള്ളത്. ഇന്നത്തെ ദിവസവും നാളെ, അതായത് ചൊവ്വ ബുധൻ, ഈ ദിവസങ്ങൾക്കിടയിൽ തന്നെ സൈനിങ് പൂർത്തിയാകുമെന്നും തൊട്ടടുത്ത ദിവസം പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നെയ്മറുടെ സ്റ്റാഫും ഇക്കാര്യത്തിൽ എല്ലാം എവറിത്തിങ് ഫൈൻ എന്ന രൂപത്തിലുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ഇനി സെനാരിയോ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നെയ്മർ സാൻഡോസിൽ തന്നെ തുടർന്നേക്കും എന്നുള്ള വാർത്ത ഇതാ ലൂക്കാസ് മൊസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എല്ലാ കൺഫ്യൂഷനുകളും ഇവിടെ അവസാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോകും, വലിയ ക്ലബ്ബുകളിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഇങ്ങനെ തിരികെ വരുന്ന ഒരു സമയം മാത്രമാണിത്. പൂർണ്ണ രൂപത്തിലേക്ക്, ഫിറ്റിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാൻഡോസിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും നിരീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.